ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ സ്റ്റാക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നോക്കുന്നത്. ആദ്യം ഡെഫിനിഷൻ ഇങ്ങനെ വരും. സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ഐറ്റംസ് ആർ ആഡഡ് ഓർ റിമൂവ്ഡ് ഓൺലി അറ്റ് വൺ എൻഡ് കോൾഡ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അതായത് സ്റ്റാക്ക് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ അറേ ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ പറഞ്ഞ പോലെ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെ ഐറ്റംസ് അതായത് എലമെന്റ്സ് ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും സ്റ്റാക്കിന്റെ ടോപ്പിൽ മാത്രമാണ്. അതായത് മുകളിൽ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇതിനകത്ത് കുറെ എലമെന്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതില് ഈ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന എലമെന്റ് 1, ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ സ്റ്റാക്കിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്നത് 1 മാത്രമേ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ. 1 എടുത്ത് മാറ്റിയാൽ പിന്നെ എനിക്ക് 5 എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ 1 എടുത്ത് മാറ്റുമ്പോ പിന്നെ അവിടെ ടോപ്പ് എന്ന് പറയുന്നത് ഈ പൊസിഷനായിട്ട് 5ന്റെ പൊസിഷനാണ് ടോപ്പായിട്ട് മാറും. ഇപ്പൊ 1 ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ 1ന്റെ പൊസിഷനാണ് ടോപ്പ് എന്ന് പറയുന്നത്. ഈ 1 മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റൂ. ഇനിയിപ്പോ എനിക്ക് 1ന്റെ മേളിൽ അടുത്തൊരു എലമെന്റ് വയ്ക്കാം. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. സ്പേസ് ഉണ്ടെങ്കിൽ വയ്ക്കാം. ഇങ്ങനെ സ്റ്റാക്കില് എലമെന്റ് എടുക്കുന്നതും വയ്ക്കുന്നതും ഒറ്റ പൊസിഷനിലാണ്, ഈ ടോപ്പിലാണ്. ഇനി ഈ സ്റ്റാക്കിലെ എലമെന്റ് വയ്ക്കുന്ന ഓപ്പറേഷനെ ഇവിടെ ഒരു ആരോ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെ പുഷ് എന്ന് വിളിക്കും. അതുപോലെ സ്റ്റാക്കിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുന്ന ഓപ്പറേഷനെ പോപ്പ് എന്ന് വിളിക്കും. ഇപ്പൊ 1 ഇവിടെ എടുക്കാൻ പറ്റും. ഇനി പുതിയ എലമെന്റ് വേണമെങ്കിൽ ഇവിടെ വെക്കാനും പറ്റും. 1ന്റെ മേളിൽ വെക്കാനും പറ്റും. അപ്പോ ഈ സ്റ്റാക്ക് ബേസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാന്ന് ചോദിച്ചാൽ ലിഫോ എന്ന് നമുക്ക് പറയാം. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലിഫോ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചോദിക്കാം. ഇപ്പൊ സ്റ്റാക്കിന്റെ പ്രിൻസിപ്പിൾ ലിഫോ ആണ്, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഞാൻ ഈ സ്റ്റാക്കില് ആദ്യം വെച്ചിട്ടുണ്ടാവുക ഏതായിരിക്കും? 5 ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പിന്നെ 3 വെച്ചു, പിന്നെ 2 വെച്ചു, 9 വെച്ചു, വീണ്ടും ഒരു 5 വെച്ചു, പിന്നെ ഒരു 1 വെച്ചു. ഏറ്റവും അവസാനം വെച്ചിരിക്കുന്ന 1 ആണ്. ഈ 1നെയാണ് എനിക്ക് ആദ്യം പുറത്തെടുക്കാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് 5 പറ്റുള്ളൂ. അപ്പൊ ഞാൻ വെച്ചതിന്റെ റിവേഴ്സ് ഓർഡറിലാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇൻ, അവസാനം അകത്തേക്ക് പോയത് ഫസ്റ്റിൽ തന്നെ ഔട്ട്, പുറത്തേക്ക് പോകും എന്ന് പറയുന്നത്. ഇപ്പൊ ലിഫോ എന്ന് പറയുന്നതാണ് സ്റ്റാക്കിന്റെ പ്രിൻസിപ്പിൾ. ഇങ്ങനെ നമുക്ക് റിയൽ വേൾഡിൽ നമ്മൾ ബുക്സ് ഒക്കെ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത് സ്റ്റാക്ക് ആയിട്ടാണ്. അതിൽ ഏറ്റവും അവസാനം വെച്ച ബുക്ക് ആയിരിക്കും ആ ബോക്സിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത്. അതായിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇപ്പൊ ഏറ്റവും ആദ്യം വെച്ച ബുക്ക് എടുക്കണമെങ്കിൽ ഇതെല്ലാം ഒന്നൊന്നായിട്ട് മാറ്റിയാലേ പറ്റൂ. പിന്നെ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, അങ്ങനെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള പ്ലേറ്റ് എടുത്തിട്ട് അതിന്റെ അടിയിലുള്ള പ്ലേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആണ്. അതുപോലെ സ്റ്റാക്കിലെ 2 ഓപ്പറേഷൻ പുഷും പോപ്പും. പുഷ് എന്ന് പറഞ്ഞാൽ ആഡ് എ ന്യൂ എലമെന്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അതുപോലെ പോപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവ് ടോപ്പ് മോസ്റ്റ് എലമെന്റ് ഫ്രം ദി സ്റ്റാക്ക്. ഒരു സ്റ്റാക്ക് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതിയാകും. താങ്ക് യു.